വായിക്കാം. 3 വാക്യങ്ങൾ അവസാനിപ്പിക്കും. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചാട്ടെ. പടപടപടാ. വെളിപ്പാട് 13, 16, 17, 18. അന്നാളിൽ ചെറിയവൻ വലിയവൻ, അത് ചെറിയവരും വലിയവരും, ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും. അവിടെ നിന്ന് നിൽക്കട്ടെ. താണ്ടേ എല്ലാവരും വീട്ടിൽ ചെല്ലണം, അല്ലേ നോക്കണം. കഴിഞ്ഞ ജനുവരി 31 ദൈവമക്കളെല്ലാം സാക്ഷി നിർത്തുക. ലോകം ടെലിപ്പതിയിലേക്ക് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ചിപ്പ്. എലോൺ മസ്ക് ഇന്ന് രാത്രി 6 ചാറ്റ് GPT പറയുമ്പോൾ നിർത്താം, ബാക്കി മറ്റൊരിക്കൽ. ദാണ്ടേ ലോകം ടെലിപ്പതിയിലേക്ക് മസ്തിഷ്കത്തിൽ ചിപ്പ്. മക്കളെ, യോഹന്നാൻ അപ്പോസ്തലൻ MBBS എടുത്തിട്ടില്ല, MD എടുത്തിട്ടില്ല, BSc നഴ്സിംഗ് എടുത്തിട്ടില്ല, MPhil എടുത്തിട്ടില്ല. പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അന്ത്യദിനം മനുഷ്യന്റെ തലമേലും കൈമേലും ചിപ്പെങ്കിൽ കരമുയർത്തിയാട്ടെ. ഒരിക്കൽ കൂടി പറ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വാളകമേ, സമയം അടുത്തുപോയി. രാത്രി ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വഴിയരികിൽ നിന്ന് വിളിച്ചു പറയുന്നവൻ്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. MBBS ഇല്ല, MD ഇല്ല, +2 ഇല്ല. അന്ന് പറഞ്ഞു മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ചിപ്പ്. ഞാൻ പോകുന്നത് ചാറ്റ് GPTയിലേക്ക്. 1ാമത്തെ മൈക്രോ ചിപ്പ്. ശ്രദ്ധയോടെ ഇരിക്കണമേ കുഞ്ഞുങ്ങളെല്ലാം, ശ്രദ്ധയോടെ ഇരിക്കണം. 1ാമത്തെ മൈക്രോ ചിപ്പ് ആദ്യമായിട്ട് വരുന്നത്, അതിൻ്റെ തുടക്കം ഇന്ത്യയിലായിരുന്നു. അതിനാസ്പദമായി 2009 ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് സകലരും കൈമുദ്രയിട്ടു. ആധാർ. ബാക്കി എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല. ബൈബിളിനകത്തൊരു ഭാഗമുണ്ട്, ഇയ്യോബ് 37:7. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെയും കൈമുദ്രയിടുന്നു. അതാണ് വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, ലോകം വിരൽത്തുമ്പിൽ. ഇനി അങ്ങോട്ട് തൊടാൻ കാര്യം. 1 ആധാർ, 2 ATM ഇതാ അടക്കുന്നു, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. അത് കഴിഞ്ഞിട്ട് 3 ആനയുടെ വാലിൽ മൈക്രോ ബാർകോഡ്, റേഡിയോ കോളർ. 4 പാസ്പോർട്ടിനകത്ത് പലർക്ക് രാജ്യങ്ങളിൽ ചിപ്പായി. 5ാമത്തെ കാര്യം, നിങ്ങളുടെ കാറിൻ്റെ മേളിൽ അതേ മൈക്രോ ബാറ ഇന്നത്തെ ഫാസ്റ്റാഗ് എങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതുകൂടെ കുഞ്ഞൊന്ന് കാണിക്കണം ഓൺലൈനിൽ. ഇതാണ്ടേ മനുഷ്യരിൽ മൈക്രോ ചിപ്പ് പിടിപ്പിക്കുന്നതിൽ ഓസ്ട്രേലിയ 1ാമതെത്തുന്നു. ബൈബിൾ പ്രവചനം തെളിയുന്നു. എത്ര ക്ലിയറായെന്നറിയാമോ? അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് എവിടെ ഇംപ്ലാന്റ് ചെയ്യും? അതാ യോഹന്നാൻ മെഡിക്കൽ കോളേജിൽ MBBS എടുത്തില്ല. കൈമേലും നെറ്റിമേലും. കൈയുടെ പ്രത്യേകത എന്താ? ഈ കൈയുടെ പ്രത്യേകത, നമ്മുടെ കൈക്കകത്ത് ഒരു മൈന്യൂട്ട് ചിപ്പിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി പോലും വേണ്ട, കൈയുടെ പൾസ് റേറ്റ് വഴി മോണിറ്റർ ചെയ്യാം. 2 നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, പീഡിയാട്രിക് ഡോക്ടർ. തലേ കൈവെക്കുമ്പോഴാണ് മസ്തിഷ്കത്തിലെ ചൂട്, ഉടനെ തെർമോമീറ്റർ വെക്കാൻ പറയും. ഒരു MBBSഉം ഒരു MD എടുക്കാത്ത യോഹന്നാനോട് സ്വർഗം പറഞ്ഞ്, എഴുതുക മകനെ, അന്ത്യകാലത്ത് വലിയവൻ ചെറിയവൻ ദരിദ്രൻ ദാസൻ. കോവിഡിൻ്റെ മറവിൽ വാക്സിൻ എടുത്തെങ്കിൽ വാക്സിൻ്റെ മറവിൽ ഇനി വരുന്ന കാലഘട്ടത്ത് ഇതുപോലെ തന്നെ മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യും. അതിൻ്റെ പേര് ഇന്ന് എലോൺ മസ്ക് കൊണ്ടുവന്നു, RNM. ആരാ എലോൺ മസ്ക്? ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഇനി IT-യിലേക്കാണ് പോകുന്നത്. 2016 അമേരിക്കയിൽ ഒരു കമ്പനി വന്നു, ന്യൂറാലിങ്ക് ഇൻ്റർനാഷണൽ. അവനാണ് യഹൂദൻ്റെ ഏറ്റവും വലിയ വ്യവസായി. അവൻ പറഞ്ഞു, ആദ്യം കുരങ്ങൻ്റെ മേൽ ചിപ്പ്, 2 അതിനുശേഷം പന്നിയുടെ മേൽ ചിപ്പ്. 2024 ജനുവരിയിൽ ശരീരം തളർന്ന ഒരു പയ്യൻ്റെ മേൽ ചിപ്പ് കൊടുത്തിട്ട് ഈ വാർത്ത പുറത്തുവിട്ടത്. മസ്തിഷ്കത്തിൽ ചിപ്പ്. ഈ ചിപ്പിൻ്റെ പ്രത്യേകത എന്താ? സയൻസ് ഇതിനെ എതിരേൽക്കാൻ പോകുന്നു. കൊച്ചിക്കാർ ശ്രദ്ധിക്കണം. എന്താ ഈ ചിപ്പിൻ്റെ പ്രത്യേകത? ഈ ചിപ്പ് ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്താൽ 1 പാർക്കിൻസൺസ് രോഗം, 2 ക്ഷയരോഗം, 3 ക്യാൻസറിൻ്റെ അണുക്കൾ, 4 ഹാർട്ട് അറ്റാക്ക് എപ്പോൾ ഉണ്ടാവുമെന്ന് അഡ്വാൻസ് ആയിട്ട് മൈക്രോ ചിപ്പ് പറയും. ഇനിയുള്ള കാര്യം, ഞാനിവിടെ കൺവെൻഷൻ വന്നു, ഞാനും ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനൂടെ കേൾക്കണം. എനിക്കൊരു പേന വേണം. പണ്ടത്തെ കാലത്ത്
ഞങ്ങൾ എവിടെ ചെല്ലും? ഒരു കടയിൽ ചെന്നാൽ അച്ഛന് ഞാൻ പേന പിടിച്ച 12 രൂപ. അന്തക്കാലം പോയി മക്കളെ. ഇന്ന് പേനയെടുത്താൽ സ്കാനർ പറയും വില എത്രയെന്ന്. അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് പറയുന്നത് പോലെ മനുഷ്യനിൽ മൈക്രോ ചിപ്പ് വച്ചാൽ 1000 കാര്യങ്ങൾ ചാറ്റ് GPT വഴി പുറത്തു കൊണ്ടുവരാം. അതുകൊണ്ട് ധനവാന്മാരെല്ലാം എടുക്കും. പണ്ടത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞ മനുഷ്യന് കയറുമോ? സ്വോത്രം. നമ്മുടെ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന ദൈവമക്കൾ കേൾക്കണേ. പണ്ട് അവർ CD ഇട്ടാ പാട്ട് കറക്കുന്നത്. ഇന്ന് CD ഇല്ല, കറങ്ങുന്ന സാധനമില്ല. ഇന്ന് പോക്കറ്റിൽ ഒരു കുഞ്ഞൻ പെൻഡ്രൈവായിട്ട് കൊണ്ടുവരും. സന്തോഷമില്ലല്ലോ. അവൻ അത് കൊണ്ടുവന്ന് നമ്മുടെ മോണിറ്ററി ഒരു കുത്ത് കീക്കി കൂക്കു. എറണാകുളത്ത് പോയിട്ട് വന്നാൽ പാട്ട് തീരത്തില്ല. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഒരു ഫിലമെൻറ്റിൽ കൂടെ അതേ സംവിധാനമാ ഇന്ന് മനുഷ്യൻ്റെ തലയ്ക്കകത്തൊരു മൈക്രോ ചിപ്പ് കൊടുത്താൽ സ്കാനർ വഴി അവൻ്റെ ബോഡി ശരിയാവും. അവൻ്റെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. കേട്ടോണം. ഇതിൻ്റെ പേരാ RNM. കമ്പ്യൂട്ടർ ടീച്ചർ നേഴ്സിനോട് ചോദിക്കണം എന്താ RNM. ഇന്ന് രാത്രി ഒരു മനുഷ്യൻ്റെ തലച്ചോർ എത്രയെന്നറിയാമോ? 100 കോടി കോശത്തിൻ്റെ ലിംഗം. ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. ഒരു മനുഷ്യൻ്റെ ചിന്ത എത്ര മക്കള്? 1 മിനിറ്റിൽ 40 ചിന്ത, 1 മണിക്കൂറിൽ 2400 ചിന്ത. ഒരു മനുഷ്യൻ്റെ തലയിൽ ഓടിയാൽ വരാൻ പോകുന്ന നെറ്റ്വർക്കിൽ ഇത് മോണിറ്റർ ചെയ്യാം. അതിൻ്റെ പേര് ന്യൂറാലിങ്ക്. അമേരിക്കയിൽ ചെറുപ്പക്കാരനെ വെച്ചു. അങ്ങനെയെങ്കിൽ ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും വലിയ വിപ്ലവം. ധനവാന്മാരെല്ലാം ഇത് വെക്കാൻ പോവുക. 1 വർഷത്തെ കച്ച ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന് കാണിച്ചു തരും. അത് കഴിഞ്ഞ് ഈ ചിപ്പ് പറയും ശരീരത്തിൽ എവിടെ ക്യാൻസറിൻ്റെ അണുവുണ്ടെന്ന് ഇത് പറഞ്ഞു തരും. സ്വോത്രം. തളർരോഗ ശരീരത്തിൽ എവിടെ തുടങ്ങിയെന്ന് ഇത് പറയും. അപ്പോൾ മെഡിക്കൽ സയൻസ് ഇതിനെ കരങ്ങളിൽ ഏറ്റെടുക്കാൻ പോകുന്നു ധനവാന്മാർ. രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണം. കാക്കനാട് ഇൻഫോ പാർക്ക്, അവിടെ ഒരു പയ്യൻ 6 ലക്ഷം രൂപ ശമ്പളമാണ്. ബൈബിള് സയൻസ് പുറകെ പറഞ്ഞുതരാം. 6 ലക്ഷം രൂപ ശമ്പളമാണ്. അവൻ കമ്പനിയുടെ കൊട്ടേഷൻ വേറെ ആൾക്ക് മറിച്ചു കൊടുക്കുന്ന ഉടമയ്ക്ക് ഒരു സംശയം. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഷയിൽ അവനെ മോനെ മക്കളെ ചക്കരയെന്ന് വിളിച്ച് മുതലാളി ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യും. അതിനുശേഷം അതെവിടെ കൊടുക്കുമെന്നറിയാമോ? മുതലാളിയുടെ ലാപ്ടോപ്പിൽ കൊടുക്കുമ്പോൾ യവൻ ആരോട് സംസാരിക്കുന്നെന്ന് നിങ്ങളുടെ മൊബൈലിനകത്ത് ATM-ൽ നിന്ന് കാശ് എടുക്കുമ്പോൾ മെസ്സേജ് വരുന്നത് പോലെ ചിപ്പ് മെസ്സേജ് കൊടുക്കും. കരമുയർത്താം. ലോകം കാണാൻ പോകുന്ന ഏറ്റവും പറ്റിയ ടെക്നോളജി. അതിൻ്റെ പേരാ RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. അതിന് ഇന്ന് കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് വിളിക്കുന്നു ഫ്യൂച്ചർ ഫന്റാസിയ. ബൈബിളിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോവുക. മൂന്നാമത്തെ കാര്യം, ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈലിനകത്ത് 1 ഞെക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പർ ഡയൽ തന്നെ പോവും. 1 വെക്കിയാൽ. അങ്ങനെയെങ്കിൽ ഇനിയുള്ള സംഭവം, ഈ ചിപ്പ് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് മൊബൈലിനകത്ത് ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ മനസ്സുകൊണ്ട് ആലോചിക്കും. ആരാന്നറിയാമോ? ആ പെരുമ്പാവൂർ അല്ലപ്പറയിലെ തോമാച്ചനെ വിളിക്കണമെന്ന് മനസ്സാലോചിച്ചാൽ മൊബൈൽ തന്നെ ഡയലാകും. കരമുയർത്തിക്കോ മക്കളെ. സ്വോത്രം. ഓട്ടോമാറ്റിക് ഡയൽ. മനുഷ്യൻ്റെ തലയിൽ ചിന്തിക്കുന്ന കാര്യം മൊബൈൽ ഡയലാക്കി തരും. അത്രയും വലിയ കാലം വരുന്നു. ദാനിയേൽ പ്രവചനത്തിൽ ഒരു കാലം എഴുതിയിട്ടുണ്ട്. അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം, ബാക്കി മിണ്ടുന്നില്ലല്ലോ, വർദ്ധിക്കും. സ്വോത്രം. അതാ എലോൺ മസ്ക്. തീർന്നില്ല. അതിനാസ്പദമായി കേരളത്തിൽ വന്നു ചാറ്റ് GPT. കേട്ട വല്ലവരും ഉണ്ടോ? അതിൻ്റെ പേരാ AI ക്യാമറ. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ചെറുപ്പക്കാരികളും എല്ലാം കേട്ടോ. AI ക്യാമറ. ഇത് കൊണ്ടുവന്ന ആരാ? നമ്മുടെ ആന്റണി രാജ് സാർ. ബാലഗോപാൽ സപ്പോർട്ട് കൊടുത്തു. ദാണ്ട് നല്ല രീതിയിൽ ഇവിടെ ലൈവ് കൊടുക്കുക കുഞ്ഞുങ്ങൾ. ഈ മേളി 4 ചെകുത്താൻ്റെ കൊമ്പ് പോലെ 4 ഇരിപ്പുണ്ട്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതായിരിക്കുന്നുണ്ട് ചെകുത്താൻ്റെ കൊമ്പ് പോലെ. യവൻ ലാപ്ടോപ്പ് വഴി ഇത് ലോകത്തേക്ക് കൊടുക്കുന്നത് പോലെ ഇന്ന് രാത്രി സജു ചാത്തന്നൂർ പ്രസംഗിക്കുമ്പോൾ 756 ക്യാമറ എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? കാസർഗോഡ്, തലപ്പാടി. അവസാനത്തത് കാളിക്കാവിള, ഇഞ്ചിവള. 48,000 വണ്ടികൾ 1 മിനിറ്റ് കൊണ്ട് മോണിറ്റർ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ മൈക്രോ ചിപ്പ് വച്ചാൽ മനുഷ്യനെ മുഴുവൻ കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യും. അതിൻ്റെ കാര്യം AI ക്യാമറ. കേട്ടോണേ. 1-ാം മിനിറ്റ് ഫോട്ടോ, 2-ാം മിനിറ്റ് ശാസ്തമംഗലം കെൽട്രോൺ. വയറും വേണ്ട കയറും വേണ്ട. 3 30 പണിക്കാർ. 4 നമ്മുടെ മൊബൈലിൽ 4-ാം മിനിറ്റ് വരും ചട്ടിത്തൊപ്പി ഇല്ലാതെ വാളകത്തൂടെ പോകുന്ന ഫോട്ടോ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുപോലെ മോണിറ്റർ ചെയ്യും. പിന്നെ AI ക്യാമറ. അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും കേൾക്കണം. ചെറുപ്പക്കാരും പെങ്കൊച്ചുങ്ങളൊക്കെ കലകം തീർക്കാൻ എനിക്കൊരു ചായ മേടിച്ചു തരണം. സ്വോത്രം. കേട്ടോണേ. പറഞ്ഞുതരാം. ദാണ്ടേ നമ്മുടെ വാളകത്തെ ഒരു പയ്യൻ കല്യാണം കഴിച്ചു. അപ്പോൾ പെണ്ണ് വീട്ടുകാർ നല്ലൊരു ബുള്ളറ്റ് കൊടുത്തു. ആ ബുള്ളറ്റിനകത്ത് എന്തോ പ്രത്യേകത?
RC ബുക്കും മൊബൈൽ നമ്പരും ആരെയാ? ഭാര്യയുടെ. സന്തോഷമില്ലല്ലോ. അവൻ വാളകത്തുനിന്ന് എറണാകുളത്ത് പോയി. ആ പോയപ്പോൾ കടമറ്റത്ത് വെച്ച് പരിചയമുള്ളൊരു പെങ്കൊച്ചനെ കണ്ട്. ഒരു ദൂർച്ചിന്താഗതി വിചാരിക്കരുത്. അവൻ വണ്ടിയുടെ പുറകെ കയറ്റി കട്ടകാലത്തിന് തൃപ്പൂണിത്തറ പാലത്ത് ചെന്നപ്പോൾ ഒറ്റയടി കീക്കി കൂക്കു. സ്വോത്രം. 1, 2, 3, 4 ഭാര്യയുടെ മൊബൈലിൽ ആ ഒരു പെങ്കൊച്ച് തലയിൽ തൊപ്പിയില്ലായിരിക്കുന്നു. അവൾ ഒറ്റ ഫോൺ ചെയ്യേക്കും ചേട്ടനോട്, ചേട്ടാ എറണാകുളത്ത് പോയാന്നു കണ്ട പെങ്കൊച്ചുമായിട്ട് കറങ്ങാൻ പോയാന്നു. സ്വോത്രം. അവൻ്റെ കാര്യം പോയില്ലോ. ഇനി നിങ്ങളെ ആരെയും പിടിക്കുന്നില്ല. ഞാൻ വാളകം കൺവെൻഷന് വന്നു. മൂവാറ്റുപുഴ വന്നപ്പോൾ പരിചയമുള്ള യാക്കോബ സഭയിൽ ഒരു അമ്മമ്മ നിൽക്കുന്നു. ഞാൻ അമ്മമ്മയോട് പറഞ്ഞു, ഞാൻ വാളകത്തേക്ക് പോവാം, കാറ് ഫ്രീ ആയിട്ട് അമ്മമ്മ കയറിക്കോളാം. ഞാൻ പള്ളിയുടെ കാര്യം തർക്കക്കാരിയൊക്കെ ചോദിച്ചു. അമ്മമ്മയോട് ബെൽറ്റ് ഇടാൻ പറയാൻ മറന്നുപോയി. സ്വോത്രം. കട്ടകാലത്തിന് മേക്കടമ്പിന് പുറത്ത് വഴി ക്യാമറ ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ഒരൊറ്റയടി. സ്വോത്രം. എൻ്റെ കാറിൻ്റെ RC ബുക്ക് നമ്പർ ആരാ? ഭാര്യയുടെ പേരിലായിരുന്നു. സ്വോത്രം. ഞാൻ വാളകത്തെത്തുന്നതിനും പെട്ട് ഭാര്യ വീട്ടിൽ നിന്ന് വിളി ചോദിക്കുന്നു, അച്ഛൻ വാളകത്ത് കൺവെൻഷന് പോയാന്ന് ആൻറ്റിയായിട്ട് കറങ്ങാൻ പോയാന്നു. സ്വോത്രം. കുടുംബജീവിതം തകരായത് മതി. സ്വോത്രം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. സ്വോത്രം. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എന്ന് പറയുന്നുള്ളൂ. സ്വോത്രം. നാളെ തിങ്കളാഴ്ചയാണ്. ഇന്ന് ഞായറില്ലയോ? നാളെ തിങ്കളാഴ്ച. നാളെ രാവിലെ സഹോദരിമാരും എവിടെ പോകണം? അക്ഷയായി പോകണം. അവിടുത്തെ പെങ്കൊച്ചിനോട് പറയണം, മോളെ RC ബുക്കിൻ്റെ കോപ്പി പരിവാഹൻ, കേരള സൈറ്റിൽ കയറുന്നത് പരിവാഹനിൽ അടിക്കുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ബുക്കും പേരും എല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ കുഞ്ഞിനോട് ചോദിക്കുക, ആരുടെ മൊബൈൽ നമ്പർ? അപ്പം ഭാര്യയുടെ മൊബൈൽ നമ്പരാണ്. ചെറുപ്പക്കാരൻ പറയണം, പരിപാടി ഞാൻ പറഞ്ഞുതരാം, ഈ നമ്പർ കട്ടാവാൻ പോവുക, അതുകൊണ്ട് പുതിയ നമ്പരാക്കി തരണമെന്ന്. അപ്പോൾ പെങ്കൊച്ചു ചോദിക്കും, മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ? 1 ടൈം പാസ്വേഡ് OTP വേണമെന്ന് പറയും. അപ്പോൾ അവൾ പടപട അടിക്കുമ്പോൾ ചെറുപ്പക്കാരൻ്റെ മൊബൈലിൽ OTP വരും. നമ്പർ അങ്ങോട്ട് കൊടുക്കും. ഉടനെ ഒരു മെസ്സേജ് മൊബൈലിൽ, സക്സസ്ഫുൾ പരിവാഹൻ. അത് കഴിഞ്ഞാൽ 20 രൂപ വില തുച്ഛം, ഓണം വെച്ചം. മോനെ നിനക്ക് ആരെ പുര കയറ്റിക്കൊണ്ടുപോകാം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ക്ലിയറാക്കി തരാം. സഹോദരിമാർക്കും ദുഃഖം. പല അമ്മാമ്മമാരും ആരെയൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ടെന്നുള്ളത് തെളിയാൻ പോവുക. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം. ഇതാണ് ഇന്നത്തെ ChatGPT വഴി തിരുവനന്തപുരത്തിരിക്കുന്ന ക്യാമറ ഏകദേശം 45,000 വണ്ടികളെ ട്രേസ് ചെയ്യുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ സകല മനുഷ്യൻ്റെ മേലും മൈക്രോചിപ്പ് വെച്ച് അവർ ലൊക്കേഷനും ചിന്തയും തരും. ബ്രെയിൻ മാപ്പിംഗ് ബൈബിളിലുണ്ടോ? തീർക്കാൻ പോവുക. തലച്ചോറുകൾ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ്. 8 കൊല്ലം മുമ്പ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഇൻഫോസിസിലെ കുഞ്ഞുങ്ങൾ എനിക്ക് തന്ന രേഖയായത്, പാസ്റ്റർ പ്രസംഗിക്കണം, തലച്ചോറ് കമ്പ്യൂട്ടർ ഊറ്റിയെടുക്കും. കണ്ടോ? ഇതിൻ്റെ തുടക്കം എവിടാന്നറിയാമോ? ദാണ്ടേ അമേരിക്കയിൽ ബരാക് ഒബാമ കൊണ്ടുവന്നു. ഏതാണെന്നറിയാമോ? ഒബാമ കെയർ. അതിൻ്റെ പുറകെ ദാണ്ടേ ആരോഗ്യം വിരൽത്തുമ്പിൽ, ആയുഷ്മാൻ ഭാരത്. കേട്ട വല്ലവരും ഉണ്ടോ? സ്വോത്രം. ഇതെല്ലാം വരുന്നത് കയ്യിലെ മൈക്രോചിപ്പിലേക്ക് കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി പറ, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ എലോൺ മസ്കിൻ്റെ മൈക്രോചിപ്പ്, തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ്, മനുഷ്യൻ്റെ തലച്ചോറ് കമ്പ്യൂട്ടർ ഊറ്റിയെടുക്കുമോ? ടെലിപ്പതി. അതാ ഇന്നത്തെ ചാനൽ മുഴുവൻ, ഏഷ്യാനെറ്റ്, മനോരമ, മീഡിയ 1. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വർഗ യോഹന്നാനോട് പറഞ്ഞ് എഴുതിക്കോ, എലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക്. വായിക്കാം. വെളിപ്പാട് 13:10. എല്ലാ ബൈബിളുള്ളവരും ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 13-ന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ മോനെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകൂ. സകലരെയും മൈക്രോചിപ്പിന്റെ കീഴിൽ സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. അടുത്ത വാക്ക് വാൾ കൊണ്ട് കൊല്ലുന്നവൻ. IS-ന്റെ മിലിറ്ററി പുറകെ വരും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അടുത്ത കാര്യം, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്നവനെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി പറ, ഞാൻ ഒരു കാര്യം പറയുന്ന കേട്ടോണം. ഇപ്പോൾ ലണ്ടനിൽ ഒരു കോൺഫറൻസ് നടന്നു, ChatGPT. അതിനകത്ത് പങ്കെടുത്ത് ഏഷ്യാനെറ്റിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ പേര് രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിയാണ്. അന്ന് എലോൺ മസ്ക് അവിടെ ഉണ്ടായിരുന്നു. എലോൺ മസ്ക് ആരാ പറഞ്ഞതെന്നറിയാമോ? എലോൺ മസ്ക് രാജീവ് ചന്ദ്രശേഖരോട് പറഞ്ഞ കാര്യം വാർത്താ മാധ്യമങ്ങൾ, ഇന്ത്യ 145 കോടിയാണ്, ഇതിനകത്ത് തീവ്രവാദികൾ കാണും,
കൊലപാതകികൾ കാണും, സകല മനുഷ്യരും കാണും. ഇനി അവരെ ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ മൈക്രോ ചിപ്പ് കൊടുത്താൽ മൊബൈൽ ടവർ വഴി അവരുടെ തലച്ചോറ് ഊറ്റിയാൽ ഇന്ത്യ സുരക്ഷിതമാകും. അതുകൊണ്ട് മോഡി സാറിനോട് പറയണം, ഞങ്ങൾ 145 കോടി പേർക്കും ചിപ്പ് വെക്കാൻ തയ്യാറ്. പറഞ്ഞത് എലോൺ മസ്ക് ചാറ്റ് GPT കോൺഫറൻസ് രാജീവ് ചന്ദ്രശേഖരനോട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. ദൈവസഭ എടുക്കപ്പെട്ടാൽ നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത്. ഇന്ന് രാത്രി എലോൺ മസ്കിന്റെ ചിപ്പ് വരുമോ? അത് വരുന്നതിന് മുമ്പ് നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ആ ചിപ്പുള്ളവനെ ചേർക്കാൻ കർത്താവ് വരാറായി. അവസാന മോമെന്റിലേക്ക് ഇത് കേട്ടിട്ടെങ്കിലും പെന്തിക്കോസുകാർ, CSIക്കാർ, ഇവാഞ്ചലിക്കൽ കരമുയർത്തണം. വായിക്കാം എഫേസ്യർ 4:30. എലോൺ മസ്കിന്റെ മൈക്രോ ലിംബ് നമുക്ക് വേണ്ട. അവന്റെ മുദ്രയേൽക്കുന്നതിന് മുമ്പ് ആര് മടങ്ങി വരും? വായിക്കാം മോനെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. ആ കരം എല്ലാവരുടെയും ഒന്ന് ഉയർത്തിയാട്ടെ. അപ്പൊ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പറയണ, എലോൺ മസ്കിന്റെ മുദ്രയല്ല ഞങ്ങളുടെ മേലുള്ളത്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കാൻ യേശു വരാറായി. സംഭവങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ വരവ്. ഇന്ന് രാത്രി ആധാർ, NPR, ആനയുടെ പാല്, മൈക്രോ കോളർ, അത് കഴിഞ്ഞിട്ട് ഡേറ്റയുടെ ചിപ്പ്, അത് കഴിഞ്ഞ് ATM കാർഡ് ചിപ്പ്. 2 ചിപ്പ് നമ്മുടെ മേൽ വരത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പ് പ്രാപിച്ചവനെ ചേർക്കുവാൻ കാന്തൻ വരാറായി. എല്ലാവരും ആ വലത് കരം ഉയർത്തിയാട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ബാക്കി ഒരു വാക്യവും കൂടെ പറഞ്ഞുതരാം മോനെ. ഒരു 2 മിനിറ്റ് എടുത്താട്ടെ. ഇവിടെ ഒരു വാക്യം കണ്ടു വന്നപ്പോൾ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ ചിപ്പ് യഹൂദനേക്കോ. വായിക്കാം ലേവ്യ പുസ്തകം 13:28. ലേവ്യ പുസ്തകം 13:28. മോന് തന്നിട്ടില്ല ഈ വാക്യം. യഹൂദൻ ചിപ്പ് ധരിക്കത്തില്ല. വായിച്ചാട്ടെ ലേവ്യ പുസ്തകം 13:28. എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പാകുന്നു. യഹൂദൻ ചിപ്പ് വെക്കത്തില്ല. മോശയുടെ ന്യായപ്രമാണം വായിച്ചത്. അടുത്തത്, പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. മതി മക്കളെ. കൈമേലും നെറ്റിമേലും ഒരു മൈക്രോ ചിപ്പ് യഹൂദൻ വെക്കത്തില്ല. അന്ന് എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ ചിപ്പ് വെക്കാത്ത യഹൂദന്റെ കഴുത്തറക്കും. അന്ന് യഹൂദന്റെ തല താഴെ വീഴും. ആ കാലത്തെ രക്തസാക്ഷികൾ, ആ പീഡാകാല രക്തസാക്ഷികൾ കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് സ്വർഗ്ഗം ആമോസിൽ കൂടി പറഞ്ഞു, ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നിങ്ങൾ ചെയ്യുവിൻ. അടുത്ത വാക്കിന് കര ഉയർത്തിക്കോ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരാറായി. എൻ്റെ സമയം തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇവിടെ ഏതെങ്കിലും വിള തരണം, 4 ദിവസം തരണം, കട്ടൻ ചായയും തരണം, പൈസ വേണ്ട. നിന്ന് ഞാൻ പ്രസംഗിക്കാം. സ്വോത്രം. ജൂൺ 25 ശേഷം ഇത് നിങ്ങളും അറിയണം. ഞാനിതെല്ലാം തങ്കച്ചനച്ചാ പഠിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയും കൃപയാൽ കർത്താവ് എന്നെ പഠിപ്പിച്ചാൽ 10 പേരോടെങ്കിലും പറയണം, കാന്തൻ വരാറായി. ഈ തലമുറയിൽ യേശു മടങ്ങി വരും. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ആരെ ചേർക്കാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവിക വചനപ്രകാരം ജലസ്നാനമേറ്റ് പരിശുദ്ധാത്മശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കാൻ യേശു വരാറായി. ഇതുവരെയെങ്കിലും രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ മാനസാന്തരപ്പെടും മക്കളെ, മാനസാന്തരപ്പെട്. ശൗല് നല്ലൊരു രാജാവായിരുന്നു. അവൻ്റെ പൈതൽ ഒരുത്തനുണ്ടായിരുന്നു, യോനാഥാൻ്റെ കുഴപ്പം എന്തുവായിരുന്നു എന്നറിയോ? നല്ല കുഞ്ഞായിരുന്നു. പക്ഷെ ഒരു കാര്യം എന്തായിരുന്നു, അവൻ അപ്പൻ്റെ പാരമ്പര്യത്തിൽ ഇങ്ങനെ അങ്ങ് നിന്ന് വചനം കേട്ടിട്ട് മാനസാന്തരപ്പെട്ടില്ല. അവസാനം അവൻ എവിടെ പോയെന്നറിയാമോ? അവനെവിടെ പോയി? അപ്പനുമായിട്ട് പോയി. എവിടെ പോയി? ഗിൽബോറ പർവ്വതനിര. എല്ലാവരും കേട്ടോണം. അവിടെ ചെന്നു ഒരു സംഭവം നടന്നു. എന്താ സംഭവം നടന്നതെന്നറിയാമോ? ഇന്ന് രാത്രി വചനം കേൾക്കണം. ശത്രുവിൻ്റെ കുന്തം കൊണ്ട് പാവപ്പെട്ട കുഞ്ഞവിടെ പട്ടു വീണു പോയി. അപ്പം ശൗലിനെ പിടികിട്ടി ഞാൻ തീരുവന്ന്. കണ്ടോ? ഉപദേശിക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, വചനത്തിനെതിരെ, ദാവീദിനെതിരെ കുന്തമെറിഞ്ഞവൻ്റെ പള്ളയ്ക്ക് ദൈവം അടിച്ചിട്ട് കൊടുത്ത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം.
പോസ്റ്റ് ഇടുന്ന സകല എണ്ണത്തിന് 11 kV കർത്താവ് കയറ്റും. സ്വോത്രം. പെന്തിക്കോസ്തുകാരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്വോത്രം. അതുകൊണ്ട് ശൗൽ എത്ര പ്രാവശ്യം കുന്തം എറിഞ്ഞപ്പോഴും സ്വർഗം പറഞ്ഞ് മിണ്ടണ്ട, യവൻ്റെ ഫൈനൽ അടി ഞാൻ കൊടുക്കാൻ പോവാന്ന്. സ്വോത്രം. അതുകൊണ്ട് അവസാനം ശൗലും തീർന്നു. അപ്പൻ്റെ പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങി രക്ഷയെ അവഗണിച്ച യോനാദാൻ വഴിയിൽ വച്ചങ്ങ് തീർന്നു പോയി. എന്നാൽ വേറെ 2 കുഞ്ഞുങ്ങളുണ്ട്. കോരഹിൻ്റെ മക്കൾ കരമുയരുന്നില്ലല്ലോ. ചർച്ചിന് നേരെ പരിപാടി. ദാദാൻ, അബീരാം, കോര്. കുഞ്ഞുങ്ങൾ പറഞ്ഞു, അപ്പച്ചമാരെ ദൈവസഭയോട് മത്സരിക്കരുത്. അവർ കുഞ്ഞുങ്ങളോട് പറഞ്ഞു മാറി നിന്നോളാം. കുഞ്ഞുങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളില്ല. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എന്താ? വചനത്തോട് ദൈവസഭയോട് മറുതലിച്ചു. ഭൂമി പിളർന്നു. ദാദാൻ, അബീരാം, കോര് അവരെ വിഴുങ്ങിക്കളഞ്ഞു. കോരകിൻ്റെ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വാളകത്ത് ഞങ്ങൾ പള്ളിക്കകത്ത് കയറിയില്ലേലും വേണ്ടിയല്ല, വാതൊക്കെ നിന്ന് ഒരു ഹല്ലേലൂയ പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണേ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അവരുടെ കയ്യിൽ സ്വർഗം സങ്കീർത്തനം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ചൊരു ഉപദേശിയാകുന്ന ഞാൻ പറയുന്നു, വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേ. വചനമേറ്റെടുക്കുന്നവർക്ക് നിന്റെ പാരമ്പര്യം വിട്ട് PhD വിട്ട് കയ്യിലെ കാശ് വിട്ടിട്ട് ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. പള്ളി കമ്മിറ്റി കയറാനല്ല, അല്ലെങ്കിൽ കൊടി പിടിക്കാനല്ല, വാതൊക്കെ നിന്നൊരു സ്തോത്രം പറയുവാ. എളിയവനായി എന്നെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രി അങ്ങനെയുള്ളവരെ ചേർക്കാൻ യേശു വരാറായി. ഞാൻ നിർത്താൻ പോവാ. ഇന്നലെ രാത്രി ഞാൻ ടൈറ്റാനിക്കിൻ്റെ കാര്യം പറഞ്ഞു. എന്താ ടൈറ്റാനിക്? 2 കാര്യം കൂടെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പാടാൻ പോവാ. ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത എന്തുവാ? ഇന്നലെ രാത്രി ടൈറ്റാനിക്കിൽ പറഞ്ഞു, ലോകത്തിലെ 5 ധനവാന്മാർ എവിടെ പോയി? ടൈറ്റാനിക് കപ്പലിനെ കാണാൻ പോയി. ആ ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത എന്ത് വരുന്നറിയോ? അവർ പോയത് ഓഷ്യൻ ടൈറ്റാനിക്. ദുബായ്ക്കാരൻ, പാകിസ്ഥാൻകാരൻ, കാനഡക്കാരൻ എല്ലാവരും കേൾക്കണം. അവരെവിടെ ചെന്നു? ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പിനെ തേടി. അവിടെ ചെല്ലുന്നതിന് 450 മീറ്റർ വെച്ച് അവരുടെ പേടകം തകർന്നു പോയി. എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചു, രക്ഷയില്ല. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാൽ അവൻ മരണത്തോടൊന്നും കൊണ്ടുപോകില്ല. 5 ധനവാന്മാർ തീർന്നു. ബാക്കി വാളകത്തുള്ള ചെറുപ്പക്കാരും കേട്ടോണം. ഒരമ്മ, 4 കുഞ്ഞുങ്ങൾ, 14, 11, 9. അതിനുശേഷം 9 മാസമുള്ളൊരു കുഞ്ഞ്. ഒരു വിമാനം. അവർ യാത്രയായി ആമസോൺ കാടുകളിൽ കൂടി കൊളംബിയയിൽ നിന്ന് അപ്പരെ തേടി പോവുക. വിമാനത്തെ പൈലറ്റ് അടക്കം 5 പേർ. രാത്രിയിൽ വിമാനം തകർന്നു. കേൾക്കണം എല്ലാവരും. അവിടെ ഒരു സംഭവം നടന്നു. അമ്മ മരിച്ചു, പൈലറ്റ് മരിച്ചു, രക്ഷപ്പെടുത്താൻ വന്ന മൂപ്പനും മരിച്ചു. 4 പിഞ്ചു കുഞ്ഞുങ്ങൾ, 14കാരി, 11കാരി, 9കാരി, 9 മാസമുള്ള കുഞ്ഞ്. അവരെത്ര ദിവസം കാട്ടിനകത്ത് നടന്നു? 40 ദിവസം കാട്ടിനകത്ത് നടന്നു. എല്ലാ പത്രത്തിനകത്തും വാർത്ത. 40-ാം ദിവസം പട്ടാളക്കാർ അവരുടെ ചലനം കേട്ടു. ഇന്ന് രാത്രി വചനം കേട്ടോണ്. ആ ചലനം കേട്ടപ്പോൾ ആംബുലൻസ് വന്നു. ഈ കുഞ്ഞുങ്ങളെ മിലിറ്ററി ആശുപത്രി കൊണ്ടുപോയി. 4 പേരെയും കടത്തിയിരിക്കുക. 14, 11, 9, 4. ആ 9 മാസമുള്ള കുഞ്ഞ്. അതിൽ BBC-യുടെ ലേഖിക കയറി. മലയാളക്കാരെഴുതിയില്ല. BBC-യുടെ ലേഖിക കയറിയിട്ട് ആ കുഞ്ഞുങ്ങളോടൊരു കാര്യം ചോദിച്ചു. മക്കളെ, കഴിഞ്ഞ 40 ദിവസം ഹൂ ഈസ് റൂട്ടഡ് അറ്റ് ആമസോൺ ഫോറസ്റ്റ് സൈമൾട്ടേനിയസ് സ്നേക്സ് ഇൻ ദ ഈവനിങ് ഹെവി റെയിൻഫാൾസ്. ഭയങ്കര മഴയും പാമ്പുകളും ഇങ്ങനൊരു കാട്ടിൽ 40 ദിവസം ആര് നടത്തി? ആ മൂത്ത കുഞ്ഞ് പറഞ്ഞു, മാം, I don't know. An unseen power rooted everything. ഒരദർശ ശക്തി ഞങ്ങളെ 40 ദിവസം കരം നടത്തിയെങ്കിൽ ഇന്ന് ഗ്രൗണ്ടിലിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും പറയണം, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം തരുക, വയലിലെ ചെടിക്ക് പ്രകാശം തരുക. ലോകത്തിലെ ധനവാന്മാർ ടൈറ്റാനിക്കിനെ തേടിയവർ സമുദ്രത്തിനടിയിൽ വീണപ്പോൾ 4 കുഞ്ഞുങ്ങളെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുക. കാട്ടിനകത്ത് ദൈവത്തിൻ്റെ കരം ഇറങ്ങിയെങ്കിൽ എനിക്ക് വേണ്ടി ആ കരം വെളിപ്പെട്ട് വരും. ഇന്ന് രാത്രി കേട്ടോണം. സാൽവേഷൻ ആർമി കേൾക്കണം. കർത്താവ് ആരാ? സാൽവേഷൻ ആർമിയുടെ മേജറായിരുന്നു ഡോക്ടർ വില്യം ബൂത്ത്. ലണ്ടനിലെ പോലീസിൻ്റെ ചീഫ് മേധാവിയായിരുന്നു. അദ്ദേഹം എന്തോ ചെയ്തെന്നറിയാം? അദ്ദേഹം ആരംഭിച്ച സാൽവേഷൻ ആർമി ലണ്ടനിലെ വലിയ ചർച്ച്. അതുകൊണ്ട് അവർക്ക് ഈ സ്റ്റാർ അവിടെ ഭയങ്കര കൺവെൻഷനാണ്. 4 ദിവസം കൺവെൻഷൻ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ആയിരങ്ങൾ വരും, പട്ടാളക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും. അവിടുന്ന് 1 കിലോമീറ്റർ എല്ലാവരും കേൾക്കണം. 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെരുപ്പൂത്തി മകനുമുണ്ട്. അവൻ 18 വയസ്സുകാരനാണ്. അവൻ്റെ ആഗ്രഹം ഈ കൺവെൻഷൻ ഒന്ന് പങ്കെടുക്കാൻ. അവൻ എവിടെ വന്നെന്നറിയാമോ? കൺവെൻഷൻ്റെ ഗ്രൗണ്ടിൽ വന്നു. സെക്യൂരിറ്റി പറഞ്ഞ്, നിന്നെ വിടത്തില്ല, നിൻ്റെ അപ്പൻ ചെരുപ്പ് കുത്തി, നീ ചെരുപ്പ് തുടയ്ക്കുന്നു. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയി. 19-ാമത്തെ വയസ്സിൽ അടുത്ത വർഷവും വന്നു. അപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ വർഷവും നിന്നോട് പറഞ്ഞില്ല ഇത് പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ പങ്കെടുക്കുന്ന
കൺവെൻഷൻ ചെരുപ്പൂത്തി കയറുന്നത്. 20 വയസ്സിൽ അവൻ വന്നു, പകലാ വന്ന്. അവൻ്റെ പേരാ സാമുവൽ ബർഗ്, എല്ലാവരും കേൾക്കണം. അവൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രസിഡൻറ്റിനെ ഒന്ന് കാണാനാണ് വന്നത്. അപ്പോൾ പ്രസിഡൻറ്റ് ഫ്രീ ആയിട്ടിരിക്കുക, കൺവെൻഷനല്ല. ഈ കുഞ്ഞിനെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോയി. 20 വയസ്സുകാരൻ പ്രസിഡന്റിനോട് സംസാരിച്ചു, എന്നെ പള്ളിയിലൊന്ന് കയറ്റണം, എന്നെ കൈയടിച്ചൊന്ന് ആരാധിക്കണം. അയാൾ പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ പുള്ളി ഒരിക്കൽ ചോദിച്ചു, നിൻ്റെ അപ്പൻ ഷൂ തയ്ക്കുന്നവൻ, നിൻ്റെ പരിപാടി ഷൂ തുടയ്ക്കുന്നത്? അവൻ പറഞ്ഞു ഒരു പണിയുണ്ട്. പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളുടെ പട്ടാളക്കാർ വരുമ്പോൾ പള്ളിയുടെ തൊട്ടടുത്ത് ഷൂ വെക്കുന്ന ഒരു റാക്കുണ്ട്, 100 കണക്കിന് ഷൂ ഉണ്ട്. നീ തുടയ്ക്കണം, കഞ്ഞോളവും പിന്നെ കഴിക്കാനുള്ളതും തരം കട്ടിൽ കൊണ്ടത്. അവൻ പറഞ്ഞു റെഡി. എത്ര വർഷം കടന്നെന്നറിയാമോ? 14 വർഷം സാമുവൽ ബർഗ് ആ ഷൂപ്പരെ കടന്നു. 14 വർഷം കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ ഒരു കൺവെൻഷൻ നടക്കുന്നു, സാൽവേഷൻ ആർമിയുടെ. ഏവരും കേൾക്കണം, കർത്താവ് ആര്. ആ കൺവെൻഷൻ നടന്നപ്പോൾ ആദ്യത്തെ 2 ദിവസം LMSൻ്റെ മിഷണറിമാർ വ്യാഴം വെള്ളി, ശനിയാഴ്ച രാവിലെ വില്യം ബൂത്ത് ഓഫീസിലിരിക്കുമ്പോൾ ഒരു അമേരിക്കക്കാരനാണ് ശനി ഞായറും പ്രസംഗിക്കേണ്ടത്. വില്യം ബൂത്തിന് ഒരു ഫോൺ വരുന്നു, അമേരിക്കൻ മിഷണറി, എനിക്ക് സുഖമില്ല, വരത്തില്ല. വില്യം ബൂത്ത് ഞെട്ടിപ്പോയി. അദ്ദേഹം ഓടി പ്രാർത്ഥനാ മുറിക്കകത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗം ഇടപെട്ടു. വില്യം ബൂത്തിനോട് ഒരു കാര്യം പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ ഷൂപ്പരയ്ക്കകത്ത് 14 വർഷമായി ഒരുത്ത ഷൂപ്പര കിടപ്പുണ്ട്, അവൻ ഇന്ന് രാത്രി വചനം പ്രസംഗിക്കണം. അയ്യോ, വില്യം ബൂത്ത് പറഞ്ഞു, ഓ അവന് ഡോക്ടറേറ്റും PhD ഉള്ള. സ്വർഗം പറഞ്ഞു അത് മതി. അദ്ദേഹം ഓടിച്ചെന്ന് സാമുവൽ ബർഗിൻ്റെ അടുത്ത് പറഞ്ഞു, സാമുവൽ ബർഗ്, ഇന്ന് രാത്രി നീ വചനം പ്രസംഗിക്കണമെന്ന് ദൈവാത്മാവ് പറയുന്നു. ആ കുഞ്ഞ് ഷൂപ്പരെ കടന്നവൻ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി വന്നു. സ്തോത്രം. വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരം. അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്നറിയാമോ? അന്ന് രാത്രി സാമുവൽ ബർഗ് ലണ്ടൻ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിച്ചു. 3000 പേർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 4ാമത്തെ ദിവസം ശക്തമായ കൺവെൻഷൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലണ്ടൻ പട്ടണം ഒഴുകി. അന്ന് രാത്രി വില്യം ബൂത്ത് എഴുന്നേറ്റ് പറഞ്ഞു, ഐ റിസൈൻ മൈ പോസ്റ്റ്. ഇന്ന് രാത്രി ഞാൻ പ്രസിഡന്റ് പദവി രാജിവെക്കുക. നാളെ ആരാ സാൽവേഷൻ ആർമിയുടെ ചീഫ്? നമ്മുടെ ഷൂപ്പരെ 14 വർഷം കടന്നവർ ഈ പ്രസ്ഥാനത്തെ നയിക്കുക. കരമുയർത്തുന്നവർക്കായി ഹബക്കൂക്ക് പറയുന്നത് പോലെ ഇന്ന് രാത്രി പറ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, അത് പരിസമാപ്തിയിലേക്ക് വരും. ആരൊക്കെ നിന്നെ ചവിട്ടി മെടിച്ചാലും, ആരൊക്കെ നിന്നെ തളർത്തി കളഞ്ഞാലും, നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ നീ ഷൂപ്പരയ്ക്കകത്ത് കടന്നാൽ പട്ടണത്തിനകത്ത് കൊണ്ടുവന്ന് മാനിക്കുക. സാമുവൽ ബർഗിൻ്റെ ജീവിതത്തിൽ ഇറങ്ങിയ കാര്യം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരൂ. വചനമേറ്റെടുക്കുന്നവർക്ക് ആരെ ചേർക്കുവാൻ? പാടുന്ന കുഞ്ഞുങ്ങൾ വന്നാട്ടെ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരൂ. 2 പ്രാവിൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുക. പുരോഹിതൻ്റെ യാഗപീഠം വൃത്തിയാക്കും. മാർപ്പതക്കത്തിനകത്തുനിന്ന് കത്തിയെടുക്കും. അതിൽ രൂപഗുണമുള്ള സൗന്ദര്യമുള്ള പ്രാവിൻ്റെ കഴുത്തറക്കും. ആ കഴുത്തറക്കുമ്പോൾ രക്തം എവിടെ? മറ്റേ പ്രാവിൻ്റെ മുഖത്ത് തെറിക്കും. കഴുത്ത് മാത്രം എടുക്കും. എല്ലാവരും കേൾക്കണം. കഴുത്ത് മാത്രം എടുത്ത് യാഗപീഠത്തിൽ ഞെക്കിപ്പിടിയും. മറ്റേ പ്രാവ് മിണ്ടാതെ ഇരിക്കും. ചില നിമിഷങ്ങൾ യാഗത്തളി കഴിയും. കത്തി വൃത്തിയാക്കിയതിനു ശേഷം പുറകോട്ട് നോക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്ന പ്രാവിനെ നോക്ക്. ചേതനയറ്റ മറ്റേ കുറുപ്രാവിൻ്റെ ശരീരം കാലുകൊണ്ട് കെട്ടുകിടക്കുക. ആ കത്തിയെടുത്ത് ആ കാലിൻ്റെ കെട്ടിനകത്ത് ഒരറപ്പറക്ക്. ജീവൻ കിട്ടിയ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും വാളകത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ച അമ്മച്ചി ആരും നിങ്ങളുടെ മുഖം കണ്ടില്ലേലും, അച്ചായ നിങ്ങളുടെ മുഖം ആരും കണ്ടില്ലേലും, നിങ്ങളുടെ മുഖം കാണുന്നൊരു ദൈവം ഇന്ന് രാത്രി പറ, പാറയുടെ പിളർപ്പില് പടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. വചനത്തിന് വേണ്ടി നാട് വിട്ട് കൂട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് വചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച മക്കളെ സഭാ നേതാക്കൾ കാണത്തില്ല, കൂട്ടുവേലക്കാർ കാണത്തില്ല, പാസ്റ്റർമാർ കാണത്തില്ല. നിന്റെ മുഖം കാണുന്ന ദിനം വരാറായി. നീ കണ്ടത് ഇപ്പോഴുള്ളത് മേലാൽ സംഭവിക്കാനുള്ളത്. ഒന്ന്, സത്താൻ നിങ്ങളുടെ മുഖത്ത് നോക്കും. ആ നോട്ടം വരുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നിന്നെ ചേർക്കാൻ വരും. അവൻ്റെ ശബ്ദം ഉലകം കേൾക്കാറായി. അതിനു മുമ്പ് കാഹളനാദം മധ്യാകാശത്തിൽ മുഴങ്ങ്. 3, എലോൺ മസ്കിൻ്റെ ചിപ്പോടെ ഒരു മൈക്രോ ചിപ്പുമായി ലോകത്തെ ഒരു കമ്പ്യൂട്ടർ ഭരിക്കുവാൻ വരും. കൈമേലും നെറ്റിമേലും ഒരു മുദ്ര തരും. എന്നാൽ രക്ഷയുടെ പെട്ടകത്തിൽ കടന്ന ദൈവമക്കൾ പറയണം, അവൻ്റെ മുദ്ര ഏൽക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ള
മറ്റുള്ളവരെ ചേർക്കാൻ യേശു വരാറായി. വാളകമേ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചു. ഒരിക്കൽ അവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ടെങ്കിൽ എനിക്ക് തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി കരമുയർത്തിയാട്ടെ. അവൻ രണ്ടാമത് മധ്യാകാശത്തിൽ വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.